الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونشكره ونستغفره ونتوب إليه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه وخليله أرسله تعالى رحمة للعالمين فصلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ സൃഷ്ടാവും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ നന്ദിയുള്ള അടിമകളായി മാറുവാനും ഇസ്ലാമാകുന്ന സമ്പൂർണ്ണ മതത്തിൻ്റെ യഥാർത്ഥ അനുയായികളായി മാറുവാനും നമ്മുടെ ജീവിതം കൊണ്ടതിന് സാക്ഷികളാകുവാനും ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം ഏറ്റവും നല്ല മുസ്ലിഹുകളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് 23 കൊല്ലക്കാലത്തെ പ്രബോധന ജീവിത കാലഘട്ടം കൊണ്ട് വ്യത്യസ്തങ്ങളായ ജീവിതമാർഗങ്ങളെ, അതിൻ്റെ ശരിതെറ്റുകളെ ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചു തന്നു. ആ ജീവിത മേഖലയിലെ ആദ്യത്തെ 13 വർഷക്കാലം പ്രവാചക ചരിത്രം മക്കയിലായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അധികമായും മദീനയെയും മദീനയുടെ ചരിത്രത്തെയും മദീനയുടെ മഹത്വങ്ങളൊക്കെ പറയുമ്പോഴും മറന്നുപോകുന്ന മക്കയുണ്ട്. മക്കയിലേക്കുള്ള പാത പറയാതെ പോകുന്നവരുണ്ട്. മക്കയിലേക്കുള്ള പാത സ്മരിക്കാതെ വിട്ടുകളയുന്നവരുണ്ട്. പക്ഷേ പ്രവാചക ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രാവീണ്യം നിറഞ്ഞ, ഒരുപക്ഷെ കഥനകഥകൾ ഒരുപാട് പറയാനുള്ള മക്കയിലെ ചരിത്രം ഒന്ന് ഓർത്തു നോക്കണം. നമ്മൾ പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചത് മുതൽ, ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞത് മുതൽ, ഏകനായ ഒരു ഇലാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് മക്കയുടെ തെരുവോരങ്ങളിൽ മുഴക്കിയ സമയം തൊട്ട് ആ പ്രവാചകനെ അവർ വേട്ടയാടുകയായിരുന്നു. ആര്? അദ്ദേഹത്തിൻ്റെ കുടുംബം, ഗോത്രക്കാർ, അയൽവാസികൾ, പ്രിയപ്പെട്ടവർ പോലും. ആ നീണ്ടു നിൽക്കുന്ന മക്കയുടെ ജീവിതകാലത്ത് പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയ സമയത്ത് ബഹിഷ്കരണങ്ങളുണ്ടായി, നിഷേധങ്ങളുണ്ടായി, പരിഹാസ്യങ്ങളുണ്ടായി. എല്ലാമായി സഹികെട്ട് മക്കയിൽ നിന്നൊരു വേള ആശ്വാസം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ത്വായിഫിലേക്ക് കടന്നുപോയി. തൻ്റെ ഉമ്മയുടെ കുടുംബങ്ങൾ അവിടെയുണ്ട്.
തായിഫിലേക്ക് പോയ ആളുകൾക്കറിയാൻ സാധിക്കും, പോകുന്ന വഴികളിൽ നിറയെ വലിയ കുന്നും മലകളും കാണാൻ സാധിക്കും. മനോഹരമായ ഒരു റോട്ടിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര പോയതെങ്കിൽ അതൊന്നുമല്ലാത്തൊരു തായിഫിലേക്ക് യാത്ര പോയി. പക്ഷേ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറമാണ് ലഭിച്ചത്, അഥവാ നേർവിപരീതമാണ് ലഭിച്ചത്. അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയാണ്, കല്ലെറിയുകയാണ്. വിഷമത്തോടെ മക്കയിൽ വന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന മനമുരുകി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അമ്പിയാക്കന്മാർ അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ആയുധമായിരുന്നു അല്ലാഹുവിനോട് മനമുരുകിയുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക ളഅഫീ, അല്ലാഹുവേ, ഞാൻ എൻ്റെ ദുർബലത, ഞാൻ എൻ്റെ ഈ ബലഹീനത നിന്നിലേക്ക് സങ്കടത്തോടെ ആവലാതി ബോധിപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ സൂത്രങ്ങളും എനിക്ക് കുറവാണ് റബ്ബേ. വഹവാനി അലന്നാസ്, ജനങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ അവഗണനയിൽ എനിക്ക് വേവലാതിയുണ്ട്, ആശങ്കയുണ്ട്. അല്ലാഹുവേ, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവിടെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുടുംബത്തിൽ നിന്ന് ഏറെ സാന്ത്വനം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു മഹദി ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ ആദ്യത്തെ ഭാര്യ. ആരൊക്കെ എതിർത്തപ്പോഴും, ആരൊക്കെ കൂടെ വരാതിരുന്നപ്പോഴും, ആരൊക്കെ ആട്ടി ഓടിച്ചപ്പോഴും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് തൻ്റെ ചാരത്തേക്ക് പിടിച്ചു നിർത്തിയ ഖദീജ ബീവി മരിച്ചതും മക്കയിൽ വെച്ചായിരുന്നു. നാട്ടുകാർ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ, വെല്ലുവിളികൾ, ഭീഷണികൾ മുഴക്കിയപ്പോൾ നാട്ടുകാർക്കിടയിൽ നിന്ന് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ പിതൃവ്യനായ അബൂ ത്വാലിബ് ഉണ്ടായിരുന്നു. അബൂ ത്വാലിബും മരിച്ചത് അതേ വർഷമായിരുന്നു. ഇതൊക്കെ ഇസ്രാ മിഅ്റാജ് സംഭവം നടക്കുന്നതിന്റെ മുമ്പുണ്ടായ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഈ രണ്ടുപേരും ഒരു വർഷത്തിലാണ് മരിച്ചു. ആ വർഷത്തിനെ ആമുൽ ഹുസ്ൻ എന്ന് നബി തങ്ങളുടെ ചരിത്രത്തിൽ ദുഃഖവർഷം എന്നാണ് എണ്ണിയത്. ഇത്തരം ഘട്ടങ്ങളും ശത്രുക്കളിൽ നിന്നുള്ള വിവിധങ്ങളായ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെ ആയപ്പോൾ അല്ലാഹു തആല ഒരു ആശ്വാസത്തിന്റെ ഒരു തെളിനീര് കാണിക്കുവാൻ തൽക്കാലം മക്കയിൽ നിന്നൊരു യാത്ര കൊണ്ടുപോവുകയാണ്. ഒരു മഹാചരിത്രയാത്ര. എവിടേക്കാണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തിന്റെ പേര് തന്നെ അൽ ഇസ്രാ. ഇസ്രാ എന്ന ചരിത്ര സംഭവത്തിന്റെ പേരാണ് 17ാമത്തെ അധ്യായത്തിന് കൂടുതൽ. അതിൽ 1ാമത്തെ ആയത്തിന്റെ തുടക്കം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. തൻ്റെ അടിമയെ നിശാപ്രയാണം രാത്രിയിൽ യാത്ര നടത്തിയവനായ അവൻ എത്ര പരിശുദ്ധനാണ്, സുബ്ഹാനാണവൻ. ലൈലൻ, ഒരു രാത്രിയിലാണ്, മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, ഇലൽ മസ്ജിദിൽ അഖ്സാ, ഒരു മാസക്കാലത്തോളം ശരിയാവണ്ണം അതിവേഗതയിൽ യാത്ര ചെയ്താൽ സഞ്ചരിച്ചെത്താവുന്ന ബൈത്തുൽ മുഖദ്ദസിലെ പ്രിയപ്പെട്ടവരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഫലസ്തീനിലെ ചെറിയ ചെറിയ ബാലന്മാരുടെ സന്തോഷങ്ങൾ വരെ നമ്മൾ കാണുകയാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രിയിൽ കൊണ്ടുപോവുകയാണ്, ഒറ്റ രാത്രി കൊണ്ട്. ഏതാ ബൈത്തുൽ മുഖദ്ദസ്? അല്ലദീ ബാറക്നാ ഹൗല. അതിൻ്റെ പരിസര പ്രദേശങ്ങൾ ബറക്കത്താക്കപ്പെട്ട പ്രദേശമാണ്. എന്തിനാണ് ഈ യാത്ര? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ നേർക്ക് കാണിക്കാൻ വേണ്ടിയാണ്. പ്രവാചകരെ, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ തളരരുത്, തകരരുത്, ക്ഷീണിതരാവരുത്. ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ യാത്ര സ്വപ്നത്തിലല്ല, ആ യാത്ര ഉറക്കത്തിലല്ല, ആ യാത്ര ശരീരം കൊണ്ട് തന്നെയുള്ള യാത്രയായിരുന്നു. അതേപോലെ തന്നെയാണ് അവിടുന്ന് ആ യാത്രയിൽ നിന്ന് അവസാനിച്ചില്ല. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പിന്നീട് അടുത്ത യാത്ര 7ാം ആകാശത്തിന്റെ മുകളിലേക്ക് അത്ഭുതകരമായ കാഴ്ചകൾ കാണാൻ ഒരൊറ്റ രാത്രിയിൽ. അതുകൊണ്ടാണത് വിശ്വസിക്കാൻ സുബ്ഹാനല്ലദീ അസ്റാ കൊണ്ടുപോണത് പടച്ച റബ്ബിന്റെ ഹിക്മത്തിലാണ്. നടക്കും.
അത് വിശ്വസിക്കാൻ കഴിയലാണ് മുഅ്ജിസത്ത്. പ്രിയപ്പെട്ടവരെ, ആ യാത്ര ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയ യാത്രയെ മിഅ്റാജ് എന്നാണ് വിശേഷിപ്പിക്കുക. എല്ലാം കൂടി ഒറ്റ യാത്ര അല്ല. ഇസ്റാ മറ്റൊന്നാണ്, അവിടുന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ആകാശ ലോകത്തേക്ക് മിഅ്റാജിന്റെ യാത്ര. ആ യാത്രയെക്കുറിച്ച് ഖുർആനിൽ സൂറത്തുൻ നജ്മിലാണ് പറയുന്നത്. ഒറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ, സൂറത്തുൻ നജ്മിൽ. ലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ. സിദ്റത്തുൽ മുൻതഹയുടെ അറ്റം വരെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അതിൻ്റെ അടുത്ത് സ്വർഗീയ താഴ്വരകളുണ്ട്, അത് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആ മിഅ്റാജിന്റെ യാത്രയിൽ കാണിച്ച കാഴ്ചകളെ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഇത് വിശ്വസിക്കണം നമ്മൾ. എങ്ങനെയാണ് യാത്ര? ബുറാഖ് എന്ന് അറിയപ്പെടുന്നൊരു വാഹനത്തിന്റെ പുറത്താണ്. ആരാ ഓടിച്ചു കൊണ്ടുപോകുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ചരിത്രം വിശദീകരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ ഒറിജിനൽ രൂപം കണ്ടു. മറ്റത് ഭൂമിയിലേക്ക് വരുമ്പോൾ മറ്റു പല രൂപങ്ങളായിട്ടാണ് വന്നിരുന്നത്. ഒറിജിനൽ രൂപം കണ്ടു. കാന ലഹു സിത്തുമിഅത്ത് അജ്നിഹത്തിൻ. ആ രംഗമന്ന് കാണുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ബുറാഖിലെ യാത്ര അറജർ റസൂലു ബിഖുദ്റത്തിർ റഹ്മാനി ഫസമാ അലല്ലാഫാകി വല്ലക്വാനി. ബുറാഖിന്റെ മേലെ കയറിയിട്ട് അതിവേഗതയിലായി കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ ഖുദ്റത്ത് കൊണ്ടൊരു യാത്രയങ്ങ് പോയി. ലാ ബർഖാസറഉ മിൻ ബുറാഖി മുഹമ്മദി ഇല്ലാ ശൈഅ യുഅ്ജിസു മുൻസിലൽ ഖുർആനി. കവികൾ അവരുടെ വിശാലമായ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ആകാശ ലോകത്തേക്കുള്ള യാത്ര അത്ഭുതമാണ്. അവിടെ നിന്ന് താഴേക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്, നിഷേധിക്കാൻ വഴിയില്ല. ധാരാളം പ്രവാചകന്മാര് ഓരോ ആകാശ പടിപടികൾ ഇങ്ങനെ കയറിപ്പോകുമ്പോൾ കൊണ്ടുപോയ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ട സംഭവം പറയുന്നുണ്ട് ഹദീസിൽ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ട് സലാം പറഞ്ഞ രംഗമുണ്ട് ഹദീസിൽ. എല്ലാം വായിക്കുന്നില്ല ഞാൻ. അത് കഴിഞ്ഞങ്ങ് തിരിച്ചു വരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5 നേരത്തെ നിസ്കാരം ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയത് ഭൂമിയിലേക്ക് വഹി വന്നപ്പോഴല്ല. നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ജമാഅത്തിന്റെ വിഷയത്തിൽ, ജുമുഅക്ക് നേരത്തെ വരുന്ന വിഷയത്തിലൊക്കെ നമ്മൾ എത്ര ഗൗരവം കാണണം. നമസ്കാരം എന്ന ഇബാദത്ത് നിർബന്ധമാക്കിയത് 7ാം ആകാശത്തിന്റെ മുകളിൽ മിഅ്റാജിന്റെ യാത്രയിൽ അല്ലാഹ് നൽകിയ സമ്മാനമാണ് ഈ ഉമ്മത്തിന്. മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, മൂസാ നബിയാണ് പ്രവാചകരോട് ചോദിക്കുന്നത്, എന്താണ് താങ്കളുടെ ഉമ്മത്തിന് സമ്മാനമായി കിട്ടിയത്? അവിടുന്ന് പറഞ്ഞു 50 വക്ത് നിസ്കാരമാണ്. മൂസാ നബി അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് പറയാണ്, ബനൂ ഇസ്രായേലുകാരിൽ ഈ നിലക്കുള്ള ഇബാദത്ത് ഞാൻ ഒരുപാട് പരിശീലിപ്പിച്ചതാണ്. ഒരുപാട് പ്രയാസം എനിക്കതുകൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. താങ്കൾ അല്ലാഹുവിനോട് തഖ്ഫീഫ് പോയി ചോദിക്കണം. തഖ്ഫീഫ്, ഇളവ് ചോദിക്കണം. ഇത് കഴിയില്ലട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ പടിപടികൾ കടന്ന അവസാനമാണ് 5 നേരത്തെ നമസ്കാരം അവിടെ നിന്ന് നിർബന്ധമാക്കുന്നത്. ആ യാത്രയിലാണ് ഇൻദ സിദ്റത്തിൽ മുൻതഹാ, അത്ഭുത വൃക്ഷമായ ഒരുപാട് നിറവയർന്ന വൈദ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ സിദ്റത്തുൽ മുൻതഹ ആ യാത്രയിലാണ് കാണിക്കപ്പെട്ടത്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എനിക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ യാത്രയിലാണ് തന്നത്. ഒന്ന് സ്വലാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം കിട്ടിയത് ഈ യാത്രയിലാണ്. 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ. വസ്സാനി, രണ്ടാമത്തേത് വഖവാതീമ സൂറത്തുൽ ബഖറ, ആമന റസൂലും തുടങ്ങുന്ന അവസാനത്തെ 2 ആയത്തുകളും അതിന്റെ പോലിശയും അതിന്റെ മഹത്വമൊക്കെ പഠിപ്പിച്ച് ഇത് കൊടുത്തത് ആ യാത്രയിലാണ്. വഗുഫിറ ലിമൻ ലം യുശ്രിക ബില്ലാഹി മിൻ ഉമ്മത്തിഹി ശൈആ, എൻ്റെ ഉമ്മത്തിലെ ശിർക്ക് ചെയ്യാത്ത വ്യക്തികൾക്ക് പാപമോചനമുണ്ട് എന്നതും അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. സഹോദരങ്ങളെ, ഈ യാത്രയെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഹദീസുകൾ, ഗ്രന്ഥങ്ങൾ എത്രയോ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിന്റെ രംഗം കാണിച്ചു കൊടുത്തു. നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ?
ആ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് കാണിച്ച് വിശ്വാസം ഉറപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചാൽ സ്വർഗമാണ് കാത്തിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഫഇദാ ഫീഹാ ഹബായിലുൽ ലുഅ്ലു. ഞാൻ ആ യാത്ര പോയപ്പോൾ സ്വർഗത്തിലെ മുത്തുമാലകൾ എനിക്ക് കാണിച്ചു തന്നു. വൈദൻ തുറാബുഹൽ മിസ്കു. സ്വർഗത്തിലെ മണ്ണെന്ന് പറയുന്നത് കസ്തൂരിയാണ്. ഒരു വല്ലാത്ത മനോഹര ലോകമാണ്. ഈ യാത്ര പോയപ്പോ എനിക്ക് നരകം പച്ചക്കങ്ങ് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ മുഖമൊന്നിങ്ങനെ അടുപ്പിച്ച് വെച്ച് നോക്കി ഒന്ന് കാണാൻ എനിക്ക് സഹിക്കവയ്യാതെ ഞാൻ പിറകോട്ടെൻ്റെ മുഖം തിരിച്ചു വലിച്ചു. എനിക്ക് താങ്ങാൻ പറ്റണില്ല, നോക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റണില്ല. നിബിതങ്ങൾ പറയാണ്, നരകത്തിലെ കാഴ്ചകളെല്ലാം കണ്ടുവന്നിട്ട് പറയാണ്, ഞാൻ ആ രംഗം കണ്ടവനാണ്. ലളഹിക്തും ഖലീലാ വലബഖീതും കസീറാ. ആ രംഗം നിങ്ങൾ ആരെങ്കിലും നേർക്ക് നേരെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ കുറച്ചേ ചിരിക്കൂ, ധാരാളമായി കരയുമായിരുന്നു. എന്തപ്പം നമുക്ക് ഇത്ര വലിയ ചിരിക്കാനും തമാശിക്കാനൊക്കെ ഉള്ളത്? നമ്മളും നരകം കണ്ടിട്ടില്ല. നരകം കണ്ട പ്രവാചകർ പറയാ, അത് കണ്ടാ പിന്നെ നിങ്ങൾക്ക് വല്ലാതെ ചിരിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ നബിതങ്ങൾ ഒരു ഉദാഹരണം പഠിപ്പിച്ചാൽ, ഞാൻ ആ നരകത്തിന്റെ ഓരത്തുകൂടെ മറർത്തു ബി ഖൗമിൻ, അതിന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖൗമിനെ എനിക്ക് കാണിച്ചു തന്നു അല്ലാഹു തആല. ലഹും അദ്ഫാറും മിൻ നഹാസ്. ഇരുമ്പിന്റെ നഖങ്ങളാണ് ആ ജനങ്ങൾക്ക്. ആ നരകത്തിലെ ആ സംഘത്തിന് ഇരുമ്പിന്റെ നഖങ്ങളുണ്ട്. യഹ്മിഷൂന വുജൂഹഹും വസുദൂറഹും. അവരുടെ മാറിടങ്ങളും നെഞ്ചും അവരുടെ മുഖവും അവർ തന്നെ ആ നഖങ്ങൾ കൊണ്ട് വലിച്ചു കീറുകയാണ്. പലിശക്കാരന്റെ ശിക്ഷ പറയുന്നുണ്ട്, വ്യഭിചാരക്കാരന്റെ ശിക്ഷ പറയുന്നുണ്ട്. അവിടെ ഓരോരുത്തരങ്ങനെ പറ്റി പറയാം. ഒരു വിഭാഗം ആളുകൾ അവരുടെ നഖം കൊണ്ട് അവരുടെ മുഖം അവർ തന്നെ വലിച്ചു കീറുകയാണ്, അവരുടെ നെഞ്ചകം അവർ തന്നെ വലിച്ചു പൊട്ടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സഹിക്കവയ്യാതെ ജിബ്രീലിനോട് ചോദിച്ചു, നബിയേ മൻഹും യാ ജിബ്രീൽ. അല്ല, ഇതാരാണ്, എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അത് കണ്ട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഹാഉലായി, ഈ കാണുന്ന ആളുകൾ, അല്ലദീന യഅകുലൂന ലുഹൂമന്നാസ്, ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്ന ഗീബത്തിന്റെ നമീമത്തിന്റെ ആളുകളാണ്. ശ്രദ്ധിച്ചോളി. നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ ഉപയോഗങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ എവിടെങ്കിലും അന്യന്റെ പച്ചമാംസം കൊത്തിത്തിന്നുന്നുണ്ടോ? ഈ ശ്രദ്ധ സൂക്ഷിച്ചോളി, ഹദീസാണ്. പച്ചമാംസം ജനങ്ങളുടേത് തിന്നുന്നവരാണ്. വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ അഭിമാനം പിച്ചി ചീന്തുന്നവരാണ്. ആൾക്കാരുടെ ഇടയിലിട്ട് വഷളാക്കുക, കുടുംബക്കാരുടെ ഇടയിലിട്ട് നാണം കെടുത്തുക, പ്രാസ്ഥാനികളുടെ ഇടയിലിട്ട് വഷളാക്കുക, ജനങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പിച്ചി ചീന്തുന്ന മനുഷ്യനാണോ? ഇത് അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, ഈ സംഭവങ്ങളെല്ലാം ഹക്കാണ്, ഇത് സത്യമാണ്. മദീനയിലേക്കുള്ള യാത്ര പോകുന്നതിന് മുമ്പുണ്ടായ സംഭവങ്ങളാണ്. എന്നാൽ ഇത് ഏത് മാസം, എത്രാം തീയതി, ഏത് കൊല്ലം എന്ന കാര്യത്തിൽ വ്യക്തമല്ല. ശ്രദ്ധിക്കണം, ഇനി പറയുന്ന കാര്യം അടിവരായിട്ട് കേർത്തു വെക്കണം. ഇത് ഏത് മാസത്തിൽ, ഏത് വർഷത്തിൽ എന്നതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. മഹാരഥന്മാരായ പണ്ഡിതന്മാരിൽ പ്രമുഖനായ അബൂ ഷാമ റഹിമഹുല്ല പറയാണ്, ഇത് റജബ് മാസത്തിന്റെ 27-നാണ് നടന്നത് എന്ന് തെളിയിക്കാവുന്ന ഒരൊറ്റ തെളിയിലുമില്ല. ഹാദാ മൗളൂഉൻ, അത് വ്യാജമായ പ്രചരണമാണ്. അതൊന്നല്ല, ഏത് ദിവസം നടന്നു എന്നതെല്ലാം പ്രസക്തമെന്ന് അവർ സൂചിപ്പിക്കുന്നു. ഹദീസ് പണ്ഡിതനായ ഹദീസിന് ശർഹ് എഴുതിയ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്ന് ഈ സംഭവം നടന്നു എന്നതിന് 10-ലധികം അഭിപ്രായങ്ങളുണ്ട്. റജബിലാണെന്നുണ്ട്, ഷഅബാനിലാണെന്നുണ്ട്, റമദാനിലാണെന്നുണ്ട്, 10-ലധികം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഇബ്നു ഉസൈമി റഹിമഹുല്ലാഹ് പറയാണ്, ലാ ദലീല ഫീ, റജബ് 27-ന് തന്നെയാണ് മിഅ്റാജ് എന്ന് പറയാൻ ഒരു തെളിവും നമ്മുടെ പക്കലില്ല. ഹാദാ ബാത്തിലുൻ, ആ പ്രയോഗം തെറ്റാണ്, ബാത്തിലാണ്. പിന്നെ ഒരു ബാത്തിലിനെ നമ്മൾ കൊണ്ടു നടക്കാൻ പാടുണ്ടോ?
എന്നാൽ റജബ് 27 ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പോരിശ പറയുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിലൊക്കെ അന്നേ ദിവസം ഇതുവരെ നോമ്പ് നോൽക്കാത്ത എത്രയോ സുന്നത്തായ നോമ്പിന്റെ ദിവസങ്ങൾ വന്നപ്പോഴൊന്നും നോമ്പ് നോൽക്കാത്ത മനുഷ്യർ അന്ന് ചാടി പുറപ്പെടും. എന്തേ? മിഅ്റാജ് നോമ്പ് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ നോമ്പിനെതിരല്ല, സുന്നത്ത് നോമ്പിനെതിരല്ല. പക്ഷെ ഇല്ലാത്ത ഒരു ദിവസത്തിന് ഇല്ലാ പോരിശ പറഞ്ഞൊരു നോമ്പ് പറയുമ്പോൾ പേടിക്കണം. എന്തുകൊണ്ടാണ്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ചുരുങ്ങിയത് 10 റജബിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ, ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റജബ് 27 ഇതാ മിഅ്റാജിന്റെ സ്മരണയിൽ നമുക്കിന്ന് പകല് നോമ്പാണ്, രാത്രി നമുക്കിന്ന് റവായിബ് നമസ്കാരമുണ്ടെന്ന് പറഞ്ഞ ഒരൊറ്റ സംഭവം ഹദീസുകളിലില്ല. പിന്നെങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും? അന്ന് അതിൻ്റെ ചൂടോടുകൂടെ അവരുടെ കൂടെ ജീവിച്ചവർക്ക് കിട്ടാത്ത ഒരു നോമ്പ് എങ്ങനെ നമുക്ക് മാത്രമായിട്ടൊരു നിയമമായിട്ട് വരുന്നത്? എന്നിട്ട് അതിന് പോരിശ പറയുകയാണ് ആരെങ്കിലും. റജബ് 27 നോമ്പ് നോറ്റാൽ, മെസ്സേജൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരും, 60 മാസം നോമ്പ് നോറ്റവന്റെ പ്രതിഫലമാണ്. തിങ്കൾ നോമ്പിന്റെ പോരിശ പറയില്ല, വ്യാഴ നോമ്പിന്റെ പോരിശ പറയില്ല. എല്ലാ മാസം 13, 14, 15 നോമ്പുണ്ട്. ആരൊരു മെസ്സേജും വരൂല. പക്ഷേ ബിദ്അത്തായ നോമ്പ് നിങ്ങൾക്ക് 100 കണക്കിന് മെസ്സേജ്, സ്റ്റാറ്റസ്, വീഡിയോ വരും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മറ്റൊരു പ്രചരണത്തിൽ കാണാൻ സാധിക്കും, ആരെങ്കിലും ഈ റജബ് 27 പകല് നോമ്പ് നോറ്റ് രാത്രി 100 റക്അത്തിന് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിസ്കരിച്ചാൽ 100 കൊല്ലം ഇബാദത്ത് ചെയ്തവന്റെ പുണ്യമാണ്. ഇതൊക്കെ കേട്ടിട്ടാണ് ഈ സാധുക്കള് കോഴിക്കടയിൽ തിരക്കുണ്ടാക്കാൻ വരുന്നത്. അതുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഈ സംഭവങ്ങൾക്ക് ഹദീസുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധമില്ലെന്ന് നമ്മളല്ല. റജബുമായി ബന്ധപ്പെട്ട ഒരുപാട് കള്ളക്കഥകൾ പ്രചരിച്ചപ്പോ ഇമാം അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കിതാബ് എഴുതി. റജബുമായി ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങൾ, ആ വിഷയം മാത്രം. അതിൽ അദ്ദേഹം പറയാണ്, റജബ് 27 അടക്കമുള്ള നമസ്കാരവും നോമ്പോ ഇസ്ലാമിലെ സുന്നത്തായ ഹദീസുകളിൽ എവിടെയും സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വഹാബി ആയതുകൊണ്ടോ ഒരു സലഫി ആയതുകൊണ്ടോ ഉള്ള കൗലല്ല സുഹൃത്തുക്കളെ. പഠിച്ച ഒരു മഹാപണ്ഡിതന്റെ കിതാബാണ് പറയുന്നത്. അതുകൊണ്ട് വാശി വെടിയുക, നോൽക്കുക. സുന്നത്ത് നോമ്പ് നോൽക്കാൻ കഴിയണവന് 1 മാസം 3 നോമ്പ് ഏത് ദിവസം നോൽക്കാം. തിങ്കളും വ്യാഴും നമുക്ക് നോമ്പ്. അതൊക്കെ ഇസ്ലാമിലെ പഠിപ്പിച്ച മഹത്തരമായ സുന്നത്തുകളാണ്. അവിടെ അവസാനിക്കില്ല. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ചിലരൊക്കെ പല വീടുകളിൽ കാണാൻ സാധിക്കുന്നു 96 നോമ്പ് എടുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. റജബിലെ 30, ഷഅബാൻ 30, റമദാൻ 30, ശവ്വാൽ 6, 96 നോമ്പ് സുന്നത്താന്ന് പറഞ്ഞുകൊണ്ട് കോമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുണ്ട്. എവിടെയാണ് ഇതിന്? ഏത് പണ്ഡിതനാണ്, ഏത് മദ്ഹബിന്റെ ഇമാമിന്റെ ഫിഖ്ഹിന്റെ കിതാബില ഈ നോമ്പ് പഠിപ്പിച്ചത്? മറ്റുള്ളവർക്കില്ലാത്ത, സ്വഹാബത്തിനില്ലാത്ത, ഹൈറായ ആ വലിയ തലമുറക്കില്ലാത്ത ഈ ബിദ്അത്തുകൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ആരെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഹദീസ് നബി തങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു, എൻ്റെ കൽപ്പനയില്ല, നമുക്ക് വഹി വരാത്ത, ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത വല്ല ഇബാദത്തും എവിടെയെങ്കിലും നിങ്ങൾ കണ്ടാൽ, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു സൽപ്രവർത്തനം ചെയ്താൽ, ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പന ഇല്ലാത്തതാണെങ്കിൽ, ഫഹുവ റദ്ദുൻ, നിങ്ങൾ അത് സ്വീകരിക്കരുത്, അത് തള്ളണം. അത്രേ ഉള്ളൂ. പ്രവാചകന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നില്ല, ഖുർആനിൽ തെളിവില്ല, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ലാത്ത, ഒരു ദലീലുമില്ലാത്ത ഇബാദത്ത് ആര് തന്നാലും ഫഹുവ റദ്ദുൻ, നിങ്ങളത് തള്ളണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മിഅ്റാജും ഇസ്റാഇന്റെയും യാഥാർത്ഥ്യങ്ങൾ, സംഭവം മനസ്സിൽ ഉറപ്പിക്കുന്നത് പോലെ അതുമായി ബന്ധപ്പെട്ട കെട്ടുകഥകൾ ഇല്ലാത്തതാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ അനുബന്ധമായ ഇബാദത്തുകൾ ദീനിൽ ഇല്ലാത്തത് കൊണ്ടുവരുമ്പോൾ പരിശോധിക്കാൻ നമ്മളൊന്ന് സന്നദ്ധരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് അനുഷ്ഠിക്കുന്നവരും ബിദ്അത്തുകൾ ഇല്ലാതെ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ജീവിതത്തിലെ നല്ല ഒരു സുന്നത്തുള്ള മുസ്ലിമായിക്കൊണ്ട് ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين
والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ അടുത്ത കാലത്തായി നമ്മൾ മുൻപ് കേട്ട് പരിചയമില്ലാത്ത ഒരു പുതിയ സംഭവം കേൾക്കുകയുണ്ടായി. ഒരു സ്വാമി അദ്ദേഹത്തിൻ്റെ മകനോട് ഞാൻ സമാധിയാവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ കല്ലറയിലേക്ക് ഇറക്കി വെച്ച് മൂടിയ സംഭവം, അനുബന്ധമായ വിവാദ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ വായിച്ചവരാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഈ സംഭവത്തിനെ വിമർശിക്കുമ്പോൾ, ഈ സംഭവത്തിനെ നമ്മൾ തമാശയായി ട്രോളിംഗ് കൊണ്ട് നിൽക്കുമ്പോൾ, കണ്ണൂറുകാരായ നമുക്ക് അതിന് അർഹതയുണ്ടോ എന്ന് വീണ്ടും നമ്മളൊന്ന് പരിശോധിക്കണം. മുസ്ലിങ്ങളാണ്, ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ, ഞങ്ങളാണ് അഹ്ലുസുന്നത്തിൻ്റെ യഥാർത്ഥ മാർഗത്തിലുള്ള ഒരേ ഒരു വക്താക്കൾ എന്ന് വാദിക്കുന്ന നമുക്ക് ഈ സമാധിയെ വിമർശിക്കാൻ അധികാരമുണ്ടോ എന്ന് പറയാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ തൊട്ടടുത്ത കണ്ണൂർ സിറ്റിയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളി അരട്ടക്കപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിലൊരു മഖാമുണ്ട്. യമനുകാരനായ ഹയാത്തുൽ മുഅ്മിനീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബോർഡ് പേരെഴുതി വെച്ചിരിക്കുന്നത്. ചരിത്രം പറയുന്നു, ആ മഖാമിൻ്റെ ചരിത്രം പറയുന്നു അല്ലേ. അവിടെ ചെന്നൊരു വലിയ കയറുണ്ട്, ആ കയറിൽ പിടിച്ചുകൊണ്ട് ജനങ്ങൾ സത്യം ചെയ്ത് പറയും, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അവിടെ വെച്ച് സത്യം ചെയ്ത കാര്യം എങ്ങാനും കളവാണെങ്കിൽ അയാൾ അപ്പോൾ ബ്ലഡ് ഛർദ്ദിക്കും, അല്ലെങ്കിൽ തല കറങ്ങി വീഴും എന്നൊക്കെയാണ് മഖാമിൻ്റെ ചരിത്രം പറയുന്നത്. അവിടെ മറവ് ചെയ്യപ്പെട്ട മനുഷ്യന്റെ ചരിത്രം പറയാണ്, അദ്ദേഹം ഒരു ഖബർ കുഴിച്ചു. ആ ഖബറിലേക്ക് ഇറങ്ങിയിരുന്ന് അവിടെ ഇരുന്നാണ് അദ്ദേഹം ഖുർആൻ ഓതാറുള്ളത്. എന്നിട്ട് ഒരു ദിവസം തന്റെ അനുയായികളോട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇബാദത്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾ എന്നെ ഖബറടക്കണം, ഞാൻ മരിക്കാൻ നിങ്ങൾ കാത്തു നിൽക്കണ്ട, നിങ്ങൾ എന്നെ മറവ് ചെയ്യണം. അദ്ദേഹം ഖബറിലങ്ങ് കടന്നു കൊടുത്തു, അദ്ദേഹം മറവ് ചെയ്തു ഖബർ. നിങ്ങൾ വായിക്ക്, നമ്മുടെ ജില്ലയിലെ ഈ 10-15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മഖാമിലെ മുസ്ലിമീങ്ങൾ വലിയ കാര്യമായി ആരാധന കേന്ദ്രമായി നടത്തുന്ന ഒരു മഖാമിന്റെ ചരിത്ര ഗ്രന്ഥം പറയുന്നു, ആ മനുഷ്യൻ പറഞ്ഞു എന്നെ മറവ് ചെയ്യണം. മറവ് ചെയ്തിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ എന്നവരോട് പറഞ്ഞു. 40 ദിവസം കഴിഞ്ഞത് തുറന്നപ്പോൾ അദ്ദേഹം ഖബറിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേൾക്കണം നിങ്ങൾ, 40 ദിവസം കഴിഞ്ഞ് ഖബർ തുറന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോട് ജനങ്ങൾ ഇനി മൂടണോ എന്ന കാര്യം വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി മൂടിക്കോളൂ, ഇനി ആരും ഇത് തുറക്കാൻ വരരുത്. സുഹൃത്തുക്കളെ, നമുക്ക് എങ്ങനെയാണ് ഈ സമാധിയെ വിമർശിക്കാൻ ഇന്ന് കഴിയുക? ഈ നിലക്കുള്ള കെട്ടുകഥകളും ഈ നിലക്കുള്ള ഇതിന് നമ്മൾ സമാധി എന്ന് വിളിക്കണില്ല, നമ്മളെ അറബിയിൽ ഒരു പേര് വിളിച്ചു, കറാമത്ത്. ഇത് തിരിച്ചു ചോദിക്കും നമ്മളോട്. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മാനം കെടുത്തുന്ന, ഇസ്ലാമിൽ ഒരു കറാമത്തിന്റെ ചരിത്രത്തിലും ഒരു സ്വഹാബത്തിന്റെ ജീവിതത്തിലും മാതൃകയില്ലാത്ത ജീവനോടെ കുഴിച്ചു മൂടുന്ന പരിപാടി നമുക്കാര് പഠിപ്പിച്ചു തന്നു? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ഭാര്യമാർ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അബിസീനിയയിലേക്ക് പോയി. അബിസീനിയയിൽ ചെന്നിട്ട് അവിടുത്തെ ഒരുപാട് ക്രിസ്തീയ ദേവാലയങ്ങൾ കണ്ടു. കനീസ എന്ന് അറബിയിൽ പറയുക. ഈ ദേവാലയങ്ങൾ കണ്ട് തിരിച്ചു വന്ന് നബി തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന സംഭവങ്ങളൊക്കെ കണ്ടു, അവരുടെ കനീസൊക്കെ ഭയങ്കര മനോഹരമാണ്, അവരവിടെ ഒരുപാട് ചിത്രപ്പണികളും ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത്ഭുതപ്പെടുത്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അവരെ സൂക്ഷിക്കണം. ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലുസ് സാലിഹ്, ആ കൗമുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുണ്ടെങ്കിൽ, ഫമാത, അങ്ങനെ അവർ മരിച്ചാൽ, ബനൗ അലാ ഖബരിഹി മസ്ജിദാ, അവരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നൊരു കൗമാണ് അവര്.
വസവ്വറൂ ഫീഹി തിൽക സുവർ, എന്നിട്ട് അവിടെ ചിത്രങ്ങളും രൂപങ്ങളും ആ കൊത്തുപണികളും ഒക്കെ ചെയ്തു വെക്കുന്ന ആളുകളാണ് ആ ജനവിഭാഗം. ഫൗലായിക ശറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഇവരാണ് നല്ലവർ എന്നല്ല പറഞ്ഞത്. ഫൗലായിക, ഇവരാണ് ശിറാറുൽ ഖൽഖി, ഏറ്റവും ശർറായ സൃഷ്ടികള്, ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത്, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഏറ്റവും നികൃഷ്ടരായവര്, മരണപ്പെട്ടവരുടെ ഖബറുകളെ ചിത്രപ്പണികൾ ചെയ്ത് രൂപം ചെയ്ത് ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവരാണ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഏറെ വിഷമത്തോടെ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ അടുത്ത ദിവസത്തിൽ നമ്മൾ വായിക്കുന്നത് താമരശ്ശേരിയിലെ ഒരു പ്രിയപ്പെട്ട മാതാവിൻ്റെ കഴുത്തറുത്ത് അല്ലെങ്കിൽ ശരീരത്തെ വെട്ടിമുറുക്കിയ ഒരു മകൻ്റെ, ലഹരിക്കടിമയായ മകൻ്റെ വാർത്തയാണ്. സഹോദരങ്ങളെ, എത്രമാത്രം വലിയ വിഷമകരമായ വാർത്തകളാണ്. ആ വീടിൻ്റെ പരിസരത്ത് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരോടൊന്നും ഒരു സത്യാവസ്ഥയുടെ വിശദീകരണത്തിന് വേണ്ടി ഒരു അന്വേഷണത്തിന് ഞാൻ ഒരു ഫോൺ ചെയ്തു. കൃത്യമായി അവർ പറഞ്ഞു, ആ മകൻ്റെ പ്രശ്നം ലഹരി തന്നെയാണ്. വീട്ടിലെ പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ വഴക്കൊന്നുമില്ല, ലഹരി തന്നെയാണ് അവിടുത്തെ പ്രശ്നം. കാലങ്ങളായി ഞങ്ങളൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്തതാണ്. കുറെ മർദ്ദിച്ചു, കുറെ അടിച്ചു, കുറെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കി. എൻ്റെ സുഹൃത്തുക്കളെ, ഈ ലഹരിയെക്കുറിച്ച് നമ്മൾ എത്ര ഹുത്തുബകൾ നിർവഹിക്കുന്നു. ഈ നാട്ടിലെ എല്ലാ സംഘടനകളും ലഹരിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും എന്തേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു? ലഹരിയുടെ വ്യാപനം അത്രമാത്രമുണ്ട്. ഒരു മനുഷ്യനെ മാതാവെന്നോ പിതാവെന്നോ പെങ്ങളെന്നോ ആങ്ങളെന്നോ നോക്കുക. ആ മാതാവിനെ പറ്റി പറയാണ്, ആ മകന് വേണ്ടി സ്വത്ത് മേടിച്ച് ഇട്ടിട്ടുണ്ട്. ആ മാതാവ് അവൻ്റെ വിവാഹത്തെ സ്വപ്നം കണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ മഹർ വരെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ മാതാവിൻ്റെ ശിരസ്സറുത്ത് മാറ്റാൻ മാത്രം അവനെ വില്ലനാക്കിയത് എന്താണ്? ലഹരിയാണ്. ഞാൻ ഈ സദസ്സിലിരിക്കുന്ന ഞാൻ അടക്കമുള്ള മക്കളുള്ള മുഴുവൻ വാപ്പാരോടും ഉമ്മാരോടും പറയാണ്, എങ്ങനെയാണ് പുതിയ തലമുറയിലെ യുവാക്കൾ ലഹരിയിലേക്ക് പോണത്? നിങ്ങളെന്താണ് ആ വഴിയെക്കുറിച്ച് ചിന്തിക്കാത്തത്? കുട്ടികളിൽ സ്നേഹം ലഭിക്കാത്തതിൻ്റെ പേരിൽ, കുട്ടികൾക്കൊരു പരിഗണന ലഭിക്കാത്തതിൻ്റെ പേരിൽ അവർ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. മാനസികമായി അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ സ്ട്രെസ് അല്ലെങ്കിൽ പിരിമുറുക്കം കാരണം കൊണ്ട് ഒരാശ്വാസം ലഭിക്കാൻ അവർ ഇത്തരം വഴികൾ തേടിപ്പിടിക്കുന്നു. ഉള്ളു തുറന്ന് സംസാരിക്കാൻ വീട്ടിലൊരാളില്ലാത്തതിൻ്റെ പേരിൽ അവർ മറ്റു തീരങ്ങൾ തേടുന്നു. അനുഭവസ്ഥരായ ആളുകൾ, കൗൺസിലിംഗ് വിദഗ്ധന്മാർ പറയുന്നു, വീടുകളിൽ കലഹിക്കുന്ന ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ അവിടെ മക്കൾ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. നമ്മൾ നമ്മുടെ ഭാര്യനെ മക്കളുടെ മുമ്പിൽ വെച്ച് കിസ് ചെയ്യോ? ഇല്ല. നമ്മുടെ ബെഡ്റൂമിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലാഹ് ഹലാലാക്കിയതാണ്, നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ ചെയ്യും. നമ്മൾ പറയും, കുട്ടികൾ കാണുട്ടോ. പിന്നെ എങ്ങനെയാണ് കുട്ടികളുടെ മുമ്പിൽ കലഹിക്കാൻ, വഴക്കുകൂടാൻ നമുക്ക് പറ്റുക? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളിൽ നിന്ന്, വൗലാദിക്കും, നിങ്ങളുടെ മക്കളിൽ നിന്ന്, അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ഫഹ്ദറൂഹും, അവരെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. മക്കൾ ശത്രുക്കളാകും, ഭാര്യ ശത്രുവാകും. യഥാർത്ഥ ഇസ്ലാമിന്റെ തർബിയത്തിലേക്ക് വന്നില്ലെങ്കിൽ പലതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. സ്വന്തം വീട്ടിനകത്ത് തന്നെ നമ്മുടെ ഘാതകന്മാരെ സൃഷ്ടിക്കുന്ന ദുരന്തത്തിലേക്ക് വരും. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം സകല തിന്മകളുടെയും മാതാവാണ്. മദ്യശാലകൾക്ക് അനുമതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മദ്യശാലകൾ നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനം തുറന്നിട്ട് കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് എന്ത് ലഹരിക്കെതിരെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഇത് എത്രമാത്രം തടയാൻ പറ്റുമോ എന്ന് ആദ്യം ആലോചിക്കണം. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. സിഗരറ്റ് വലി ഹറാം തന്നെയാണ്, അത് വിൽക്കണോനെ ഹറാമിൽ തന്നെയാണ്. എല്ലാവരും ചിന്തിച്ചോളിയും, ചെറിയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് എല്ലാ നിലക്കുമുള്ള ലഹരിയുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ തന്നെ നിരുത്സാഹപ്പെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിക്കേണ്ടതുണ്ട്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ്, പണ്ടത്തെ കാലത്ത് അധ്യാപകരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബഹുമാനായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അധ്യാപകന്റെ നെഞ്ചത്തേക്കൊരു വാപ്പയും ഉമ്മയും ഓടിയിരുന്നില്ല. എന്ത് സംഭവിച്ചാലും എൻ്റെ മകന് വേണ്ടിയാണെന്ന് വിചാരിച്ച് എത്ര
തല്ല് കിട്ടിയാലും സ്കൂളിൽ നിന്ന് പുറത്താക്കിയാലും അധ്യാപകന്റെ മേക്കെട്ട് കയറിയിരുന്നില്ല. എന്നാൽ പുതിയ തലമുറ എന്താ പറഞ്ഞിരിക്കുന്നതിന്റെ ഫോണ് തന്നില്ലെങ്കിൽ സാറേ പുറത്തിറങ്ങിയാൽ ഞാൻ തീർത്ത് കളയും, ഞാൻ പറഞ്ഞാ ഞാൻ തീർക്കും. എന്ത് സാറ്, എന്ത് അധ്യാപകൻ, എന്ത് മനുഷ്യൻ! ഈ സ്വഭാവം നമ്മൾക്ക് കോളേജ് പഠിപ്പിക്കുന്ന അധ്യാപകന. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ പുതിയ വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. അധ്യാപകനെ റൂമിലിട്ട് പൂട്ടിയവരുണ്ട്. അധ്യാപകൻ പ്രവേശിക്കുന്ന ടോയ്ലറ്റിൽ പടക്കം പൊട്ടിച്ച് നശിപ്പിച്ച പല സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ലൈസ മിന്ന, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മല്ലം യർഹം സഗീറന, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ. വലം യുഅക്കിർ കബീറന, മുതിർന്നവരെ ബഹുമാനിക്കാത്തവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. തനിക്ക് ദിശ പകരുന്ന, തനിക്കറിവ് നൽകുന്ന, തനിക്ക് ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന അധ്യാപകനെ പോലും ബഹുമാനിക്കാത്ത ഒരു മക്കളായി നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്നതിനെ ഓരോ കുടുംബവും ഇരുന്ന് ചിന്തിക്കണം. എൻ്റെ കുട്ടി നാളെ ഇത്തരത്തിലാകുമോ? എന്താ പരിഹാരം? വീട്ടിലെ മക്കൾക്കൊരു ബോധം കിട്ടണം. ബാപ്പക്കും അമ്മക്കും ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. ദീന് കേൾക്കാൻ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തൽ വേണം. അതെവിടെ നഷ്ടപ്പെടുന്നു അവിടെ തകർച്ചയാണ്. ഇവിടെ എല്ലാ ശനിയാഴ്ചകളും ക്ലാസ് നടക്കുന്നു. മറ്റൊരു സന്തോഷ വാർത്ത, പള്ളിപ്പോയിൽ പരിസരത്തുള്ളവർക്ക് നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞ് കുടുംബസമേതം പങ്കെടുക്കാൻ പുതിയൊരു ഖുർആൻ ക്ലാസ് അവിടെയുള്ള ഷഫീർ സാഹിബിൻ്റെ വീട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 8:30 മണിക്ക് പുതിയ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം ഒരു യാത്ര. ഇതിന് നമ്മുടെ മൊത്തത്തിലൊരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അവസരം ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനുള്ള അവസര മേഖലകളൊക്കെ തുറന്നു വരുമ്പോൾ അവിടെ നമ്മളും നമ്മുടെ കുടുംബമടക്കം പങ്കാളികളായില്ലെങ്കിൽ ഇനി ആരാണ് അവരെ പഠിപ്പിക്കാനുള്ളത്? അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല ജീവിതം, നമ്മുടെ കുടുംബജീവിതം ഖൈറിലും ബറക്കത്തിലുമാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരൻ റിയാസ് സാഹിബിൻ്റെ, വെൺമേനാടുള്ള റിയാസ് സാഹിബിൻ്റെ പിതാവ് ഇന്നലെ മരണപ്പെട്ടു. പെട്ടെന്നുള്ള മരണമായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അവരെ മറവ് ചെയ്തു. അള്ളാഹു ആ പിതാവിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളി പരിപാലന പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ സഹായം ആവശ്യമാണ്. ആരും ചോദിച്ചു വരേണ്ടതില്ല, ബക്കറ്റ് കാണിക്കേണ്ടതില്ല. നമ്മൾ സ്വമേധയാ ബോധവാന്മാരാണെങ്കിൽ നമ്മൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഇന്നലെ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, അവർക്ക് കാശ് എത്തിക്കാൻ മാർഗമില്ല, മറ്റാരുടെയൊക്കെയോ ഫോണിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് 5000 രൂപ അവർ നമ്മുടെ പള്ളിക്ക് വേണ്ടി നൽകി. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. പള്ളി പരിപാലനത്തിൻ്റെ പ്രതിഫലം അറിഞ്ഞാൽ അവർ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. നമ്മുടെ തണലാണ്. നമ്മൾ ഇന്ന് മരിച്ചാൽ നാളെ മുതൽ അവിടുത്തെ സുജൂദിൻ്റെ, അവിടുത്തെ പള്ളിയുടെ നന്മകളുടെ ഓഹരി പങ്കുവെക്കാനുള്ള ചാൻസാണ് പള്ളി പരിപാലന സ്വതക്ക. അതിലേക്ക് ഏറ്റവും ഉദാരമായി ഓർമ്മപ്പെടുത്തൽ ആവശ്യമില്ലാതെ നമ്മളൊരു അകമഴിഞ്ഞ ഒരു മാനസികമായ ഇഖ്ലാസോടെ പ്രാർത്ഥനയോടെ ആ കാര്യത്തിൽ സഹകരിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് വേണ്ടി, നമ്മുടെ ഈ ഒരു പള്ളിക്ക് വേണ്ടി സഹകരണങ്ങൾ ചെയ്ത എല്ലാ വ്യക്തികൾക്കും അർഹമായ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലും സമ്പത്തിലും എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ നാളെ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. നരകത്തിൻ്റെ വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റല്ല റഹ്മാനെ. അള്ളാഹുവേ, എല്ലാവിധ അപകട ദുരന്ത മേഖലകളിൽ നിന്നെല്ലാം ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.